നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അമിതവണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂരിലെ രാമവർമ്മ നാച്ചുറൽ ക്യൂർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ കിച്ചു ആണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എപ്പോഴും ഈ അമിതവണ്ണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ അലോപ്പതി ചികിത്സയിൽ ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ വളരെ മരുന്നുകൾ അധികം കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അലോപ്പതി ചികിത്സയിൽ വരുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ കെയർ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിൽ വരുമ്പോൾ എല്ലാവർക്കും ഈ വണ്ണം കുറയ്ക്കാനായിട്ട് എപ്പോഴും നാച്ചുറോപ്പതിയിലേക്ക് കൂടുതൽ പേരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുന്നു. അപ്പോൾ നാച്ചുറോപ്പതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ അമിതവണ്ണത്തിന് ഒരു സ്പെഷ്യലായിട്ട് ചികിത്സ തേടാറുള്ളത്? നമുക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ ഒരു 10 ദിവസമോ 15 ദിവസമോ ഒക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ 5 കിലോ മുതൽ 15 കിലോ വരെയൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഈ നാച്ചുറോപ്പതിയിൽ ഒരു സ്പെഷ്യലായിട്ട് ഈ അമിതവണ്ണത്തിൻ്റെ കാര്യത്തിൽ? നാച്ചുറോപ്പതിയിൽ ശരിക്കും സ്പെഷ്യലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ആ തെറ്റായ ജീവിതശൈലി രീതി, അതായത് തെറ്റായ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, വിശ്രമക്കുറവ്, ഇതാണ് മെയിനായിട്ടും ഒരു മനുഷ്യനെ അമിതവണ്ണത്തിലേക്ക് വിടുന്നത്. ആ രീതിയെ ശരിയാക്കി കൊടുക്കുക, അങ്ങനെ ഒരു ട്രാക്കിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകതരം മരുന്നുകളോ അങ്ങനെ തന്നെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ആ ഒരു ഭക്ഷണ രീതി, ഭക്ഷണ ക്രമീകരണം, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്രമീകരണവും അതോടൊപ്പം വിശ്രമം, വ്യായാമം എന്നിവ കൊടുക്കുക. അതായത് സ്ട്രെസ്സുള്ള ആൾക്കാരിന്ന് ഒരുപാടുണ്ട്. IT ഫീൽഡിലായിരുന്നാലും ഏത് ഫീൽഡിലായിരുന്നാലും ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും. ആ ടെൻഷനും ഒരു കാരണമായി കാണുന്നുണ്ട്. കാരണം ടെൻഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കൂടുക, കുറയുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും അതും ശരീരത്തിൻ്റെ വണ്ണം കൂടുന്നതിനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യായാമം, വിശ്രമം, ഭക്ഷണ രീതി ശരിയാക്കുക, അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് കഴിക്കുക, പോരാത്തതിന് തെറ്റായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുക. അതിനുദാഹരണം തന്നെയാണ് 8 മണിക്ക് ശേഷം 10 മണി, 11 മണി, 12 മണി സമയങ്ങളിൽ രാത്രികാലത്തുള്ള ഭക്ഷണം കഴിക്കുക, അതിനുശേഷം കിടന്നുറങ്ങുക. അങ്ങനെ വരുമ്പോൾ ദഹനം എന്നുള്ള പ്രക്രിയ പൂർണ്ണമായും അവിടെ നടക്കുന്നില്ല. അപ്പോൾ നേരെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ടോക്സിൻസ് ആയിട്ട് ശരീരത്തിലേക്ക് തന്നെ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അമിതമായിട്ടുള്ള വണ്ണം അതൊരു കാരണമായി മാറുന്നത്. തീർച്ചയായിട്ടും ഈ അമിതവണ്ണത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഈ നാച്ചുറോപ്പതി ഡോക്ടേഴ്സിൻ്റെ രീതി പ്രകാരം എന്തുകൊണ്ട് നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു, അത് നമുക്ക് എത്രത്തോളം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു? എപ്പോഴും പറയാറുള്ളതാണ്, ഇപ്പോൾ ഞാൻ തടി കൂടിയിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും നല്ല തടിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ തടിയാണ്, അത് ഭക്ഷണം കഴിക്കാതിരുന്നാലൊന്നും കുറയില്ല എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അത് പാരമ്പര്യമായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട്. പൊണ്ണത്തടിയും അതിൽ വരുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ശരീരം. നമ്മുടെ ഭക്ഷണ രീതി ശരിയായിരുന്നാൽ, സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് കഴിക്കുന്ന ഭക്ഷണം എന്താണ് നമുക്ക് യോജിച്ചതാണോ എന്നുള്ളത്, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കണം. നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ദഹനം കഴിഞ്ഞാലും അത് പൂർണ്ണതയിലെത്തില്ല. പകരം അത് ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനുശേഷം അത് കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിലേക്കും, കൊളസ്ട്രോൾ കൂടിയ രക്തത്തിൻ്റെ സമ്മർദ്ദം കൂടുക, അങ്ങനെ ഒരു ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലമായിട്ട് മാറുക. അതിൽ നിന്നും കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി നമ്മളാണ് ശരിയാക്കാനുള്ളത്. അച്ഛനും അമ്മയും വണ്ണം ഉണ്ടായിരുന്നു എന്ന് കരുതി കുട്ടികൾക്ക് വണ്ണം കൂടുന്നതല്ല. അച്ഛനും അമ്മയും കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നാച്ചുറോപ്പതിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, അല്ലെങ്കിൽ അമിതവണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ കടന്നു പോകുമ്പോൾ ഫാസ്റ്റിങ്ങിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഫാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വീട്ടിൽ വളരെ കംഫർട്ടബിളായിട്ട് ഫാസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ ഫാസ്റ്റിങ്ങിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക? ഫാസ്റ്റിങ്ങിന് ഈ നാച്ചുറോപ്പതിയിൽ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. അതെ, ഉറപ്പായിട്ടും ഫാസ്റ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി സെൻറ്ററിൽ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് മൈൻഡിനെ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് ഒരു ഫിസീഷ്യൻ്റെ തന്നെ ഒരു
ഇതിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടാകും. കാരണം മൈൻഡിനെ റിലാക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിറ്റേഷൻ, യോഗ ഇതിലൂടെ കടന്നതിന് ശേഷം നമുക്ക് ആ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് എനർജി ഉണ്ടാകുക എന്നുള്ള ആ ഒരു അവയർനെസ് കൊടുക്കുക. അതാണ് ഒരു ഫിസീഷ്യൻ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി ഡോക്ടർ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ് മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ വേണ്ടി മാത്രമാണ് ഒരു നാച്ചുറോപ്പതി സെൻറ്ററിൽ കുറച്ച് കാലഘട്ട ഡ്യൂറേഷൻ, അതായത് ഒരു 10 days or 5 days അങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് വേണം. അതിനു വേണ്ടി ആണ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ വീട്ടിൽ ഫാസ്റ്റിംഗ് പലരും ചെയ്യുന്നുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഡയറ്റ് ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നും വെയിറ്റ് കുറയാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ മാനസികമായിട്ടുള്ള സപ്പോർട്ട് അതിലുണ്ടാകില്ല. മനസ്സിനൊരു പൂർണ്ണമായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നില്ല. അത് കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറോപ്പതി സെൻറ്ററിന് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ ഇപ്പോൾ ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഖത്തറിൽ നിന്ന് വിളിക്കണം സാർ. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. ഓക്കെ. ഹലോ ഡോക്ടർ. അതെ, ഞാൻ ഖത്തറിൽ നിന്ന് വിളിക്കണത്. ഞാൻ എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്റെ വൈഫിന് 45 ആണ് വയസ്സ്. പറയണം സാർ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാം. ഓക്കെ സാർ. അപ്പൊ വൈഫിന് ഇപ്പോൾ ഒരു 4 സിസേറിയൻ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ ഈ വയറിങ്ങനെ വല്ലാതെ തൂങ്ങി കിടക്കുകയാണ് അടിയിലേക്ക് ഒത്തിരി. അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട്, ഒരു 44, 46 അങ്ങനെ ഒരു ചെസ്റ്റ് അളവ് വരാവുന്ന രീതിയിലുള്ള വണ്ണമുണ്ട്. പൊക്കം കുറവാണ്. അപ്പൊ ഈ വയറിങ്ങനെ തൂങ്ങി കിടക്കുന്നത് എന്തെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളത് അറിയാനാണ് ഡോക്ടർ അതിനെ പറ്റി. ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. മെയിനായിട്ട് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളും യോഗകളും ഉണ്ട്. അതിലേക്ക് ഒരു യോഗ സെൻറ്ററിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള യോഗാസനാസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ നല്ല രീതിയിലൊരു ക്രമീകരണം കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. മാക്സിമം ഒരു 7 o'clock ശേഷം, നൈറ്റ് 7 o'clock ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. അതിനു മുന്നേ തന്നെ നമ്മുടെ ഡിന്നർ ക്ലോസ് ചെയ്യാൻ നോക്കുക. മീൻസ് മെയിൻലി അതിന് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങാതിരിക്കുക. കാരണം അതിൻ്റെ ഒരു ഡൈജഷന് സാധാരണ രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂറാണ് എടുക്കുന്നത് അതിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡൈജഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരയ്ക്കും വിശ്രമിക്കുക. അത് കിടന്നുകൊണ്ടിട്ടുള്ള വിശ്രമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ടുള്ള യോഗാസനാസ് ചെയ്യുക. ഭക്ഷണത്തിൽ മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 times ഫ്രൂട്ട്സ് ആക്കുക, മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും. ആഫ്റ്റർനൂൺ വന്നിട്ട് ചപ്പാത്തി പ്ലസ് ബോയിൽഡ് വെജിറ്റബിൾസ്, റോ സാലഡ് അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. നന്നായി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വളരെ വേഗം തന്നെ കിട്ടും. അതിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നെ ആ അറേഞ്ച്മെൻറ്റ്സ് ക്ലിയർ ആക്കി ചെയ്യേണ്ടി വരും. ഓക്കെ, സാറിൻ്റെ സംശയം മാർക്കാണമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. മാം സാധാരണഗതിയിൽ പറഞ്ഞതുപോലെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് ഫാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ പ്രോട്ടോക്കോളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? എന്തൊക്കെയാണ് ഈ ഫാസ്റ്റിങ്ങിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫാസ്റ്റിങ്ങിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു വലിയ സമൂഹം സ്ത്രീകൾ ഈ ഒരു ആൻസറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക. കാരണം ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ചികിത്സയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നന്നായി ഭക്ഷണം കഴിക്കുന്നവർ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടായിരിക്കണം. എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഇത്രത്തോളം കുറയ്ക്കും, അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്കതിൻ്റെ യൂസ്ഫുൾ കിട്ടുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഒപ്പം സമാധാനപരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉറപ്പും കൂടി ഉണ്ടാക്കിയെടുക്കുക. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റിലാക്സേഷൻ ടെക്നിക്ക് എന്നുള്ള രീതിയിൽ 2-3 ദിവസം ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുകയും റിലാക്സേഷൻ കിട്ടുന്ന രീതിക്ക് പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ഭക്ഷണം സോളിഡായിട്ട് നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രൂട്ട് ഡയറ്റ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അത് ആ റോ ഫോമിൽ തന്നെ കഴിക്കാൻ നോക്കുക. ഒരു 2 days. അപ്പം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് സോളിഡിൽ നിന്ന് നെക്സ്റ്റ് ഒരു 2 days കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൂട്ട് ജ്യൂസ്, അതായത് സോളിഡിൽ നിന്ന് അപ്പോൾ ലിക്വിഡിലേക്ക് കടക്കുമ്പോൾ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ച് കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ട് വരും.
അതിൽ നിന്ന് നമുക്കൊരു ലെമൺ ഹണി ജ്യൂസ് ഫാസ്റ്റിങ്ങോ ലെമൺ സോൾട്ട് ഫാസ്റ്റിങ്ങോ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഫാസ്റ്റിങ്ങോ അങ്ങനെ പോവുക. അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഇതനുസരിച്ച് സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൊമക്ക് പ്രിപ്പയർ ആയിട്ടുണ്ടാകും. ആ രീതിയിൽ നമുക്ക് മാക്സിമം എത്ര ദിവസം ആ ഒരു ലെമൺ ഹണി ജ്യൂസ് ഫാസ്റ്റിങ്ങിൽ പോകാൻ പറ്റുമോ അങ്ങനെ പോവുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായി പ്രാണായാമ, റെസ്റ്റ് എടുക്കുക. വെച്ചാൽ കംപ്ലീറ്റ് മൈൻഡ് ഫ്രീ ആയിരിക്കണം. പുറമേയുള്ള എല്ലാ ഡിസ്റ്റർബൻസിൽ നിന്നും മൈൻഡിനെ റിലാക്സ് ആക്കി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ആ ഒരു ഫാസ്റ്റിങ്ങിൽ നിന്ന് നമുക്ക് ഭക്ഷണം പൂർണ്ണമായി, അതായത് ലെമൺ ഹണി എന്നുള്ളത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കി വെറുതെ വാട്ടർ മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം നേരിടാവുന്നതാണ്. അതിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ ബാക്ക് എന്ന് പറയുമ്പോൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുക. ലിക്വിഡിൽ നിന്ന് സെമി സോളിഡിലേക്ക് പോവുക. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം, ഫ്രഷ് ജ്യൂസ് ആയിട്ട് കഴിക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുക. അതിൽ നിന്നും നമുക്ക് കുക്ക്ഡ് ആയിട്ടുള്ള, പലരുടെയും സംശയമാണ് ഫാസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്താൽ മാത്രമേ വെയിറ്റ് കുറയുകയുള്ളൂ എന്ന്. നമ്മളൊരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ വണ്ണം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഭക്ഷണ രീതി അടുത്ത് ആ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണ രീതിയിലേക്ക് പോകുമ്പോൾ സോളിഡ് ഐറ്റംസ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുറവുണ്ടാക്കാൻ സാധിക്കും. വെച്ചാൽ നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് കയറി കഴിയുമ്പോൾ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി വളരെ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ എന്തെങ്കിലും റാഗി കുറുക്കിയത് ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് തന്നെ പിന്നീട് പലരും അത് തന്നെ കഴിച്ചു കൊള്ളാമെന്ന് പറയുന്ന പേഷ്യൻസും നമുക്ക് മുന്നിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കഴിക്കുക. ചോറ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതിനോടൊപ്പം വെജിറ്റബിൾസും സാലഡ്സും അധികമായിട്ട് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് മാക്സിമം ഈ പൊണ്ണത്തടി അമിതമായി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മന്ത്സ് മാക്സിമം ഈ ഒരു ഫ്രൂട്ട് ഡയറ്റ് തന്നെ നൈറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. 7 o'clock മുന്നേ ഡയറ്റ് ക്ലോസ് ചെയ്യുക. അതിനോടൊപ്പം നന്നായി ശുദ്ധജലം നന്നായി കഴിക്കുക. അങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫാസ്റ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇതിനോടൊപ്പം ആ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് റിലാക്സേഷന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പൂർണ്ണമായും റിലാക്സേഷൻ എടുക്കുക. തീർച്ചയായിട്ടും മാം, ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. പിന്നെ തടി കൂടിക്കൊണ്ട് പോകുന്നു, അതെന്ത് സംഭവം? ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തടി കൂടുന്നു. പറഞ്ഞോളൂ സാർ, പ്രശ്നം എന്താണ്? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടിയും സാറിന് തടി കൂടുമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ സാറിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല? ഹലോ മാം, കോള് കട്ടായിന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടിയും തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ 80 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു 80 എന്നുള്ളത് 10 കിലോ 8 കിലോ കൂടി കൂടി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ മിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ലിസ്റ്റായിരിക്കും ഒരു പക്ഷേ പറയുക. എത്രക്കാരിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടിയും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ടാവും. മാനസികമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും ഒരു കാരണമാകാം. എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ അതിന് മാക്സിമം ചെയ്യേണ്ടത് ഒരു റിലാക്സേഷൻ കൊടുക്കുക. മൈൻഡിന് റിലാക്സേഷൻ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം സപ്പോർട്ടീവായിരിക്കും. ആ ഒരു റിലാക്സേഷൻ കിട്ടിക്കഴിയുമ്പോഴേക്കും ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുകയും വേണം, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് ഡയറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് കരുതി ഒരിക്കലും വണ്ണം വെക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യും. ഒപ്പം നമുക്ക് ആ വിശപ്പ് നോർമൽ ഇതിലേക്ക് വരികയും നമ്മുടെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടുകയും ചെയ്യുമ്പോഴത്തേക്കും ടെൻഷൻ ഒഴിവാകും. എന്തായിരുന്നാലും ഒരു റീസൺ ഉണ്ടാകും. റീസൺ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാത്തവരിൽ വണ്ണം വെക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും സാർ സംശയം മാറിക്കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സാധാരണഗതിയിൽ ഇപ്പോൾ പറയാറുണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് പേടിയാണ്. യഥാർത്ഥത്തിൽ അതിൽ വരുന്ന മാലിന്യങ്ങളും പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന മിനിമലി ഉപയോഗിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ പല ആൾക്കാരും പോകുന്നത്. അത് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കൃഷിയുള്ളവരോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ടെറസിൻ്റെ സിറ്റികളിലൊക്കെ ആണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചെറിയ കൃഷിയുള്ള ആൾക്കാരൊക്കെ അതെടുത്ത് ഉപയോഗിക്കുന്നതല്ലാതെ നമ്മൾ പബ്ലിക്കിൽ പോയി അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയുടെ ഉപയോഗം
വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയിൽ വരുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറിയിൽ വരുന്ന വിഷം ഇത്തരം അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രോട്ടോക്കോളിലേക്ക് പോകുന്നവരെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? ഉറപ്പായിട്ടും പച്ചക്കറി മാലിന്യമായിട്ട് വരുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് പോയിസൺ ഉണ്ടാകുന്നു എന്നും പറയാറുണ്ട്. റോഡായിട്ട് കഴിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ അബ്സോർബ് ആയി കഴിഞ്ഞ് പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഈ നാച്ചുറോപ്പതി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനെ വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ടെറസിലും വീട്ടുപരിസരത്തും ഒരുപാട് ചെടികളും പച്ചക്കറികളും കൃഷി ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്യുന്നതിലൂടെ നാച്ചുറോപ്പതിയിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കർമ്മയോഗ എന്ന് പറയുന്നുണ്ട് യോഗ തെറാപ്പി വരുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും റിലാക്സ്ഡ് ആയിരിക്കും, നമുക്ക് വേണ്ട പച്ചക്കറി നമുക്ക് കൃഷി ചെയ്യാനും കഴിയും. അതോടൊപ്പം അതിൽ നിന്നും നമുക്ക് ഒരു രോഗവിമുക്തിക്കും അതോടൊപ്പം കീടനാശിനികളില്ലാത്ത പച്ചക്കറികൾ സ്വയം ഉണ്ടാക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനും കഴിയും. അങ്ങനെയുള്ള ഒരു ലൈഫ് എല്ലാവരും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളുടെ അളവും ഹോസ്പിറ്റൽസിൻ്റെ എണ്ണവും വളരെയധികം കുറഞ്ഞു വരും. ഈ അമിതവണ്ണത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ ആരോഗ്യമുള്ള ഒരാളിൻ്റെ അമിതവണ്ണത്തിനെ കുറിച്ച് ചികിത്സിക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്കറിയാം പ്രമേഹ രോഗികളുണ്ട്, മുട്ടുതേയ്മാനമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തടി കുറയ്ക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക? ഇവരെയൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും അമിതവണ്ണമാണ് ഈ രോഗങ്ങളുടെ മെയിനായിട്ടുള്ള കാരണമായി കാണിക്കുന്നത്. അമിതവണ്ണം വന്നതിന് ശേഷം വരുന്നതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ. കാരണം ഈ അമിതവണ്ണം വരുമ്പോഴത്തേക്കും മറ്റുള്ള ഓർഗൻസിൻ്റെ അതായത് പാൻക്രിയാസ് അങ്ങനെയുള്ള ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് വന്ന് കുറയുകയാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാണ്ട് ഈ ഫാറ്റ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായി നടക്കാത്തത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ OA പോലുള്ളത് ഇന്ന് കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. വണ്ണം കൂടുതൽ കാരണം മുട്ടിന് വെയിറ്റ് ബിയർ ചെയ്യാൻ പറ്റാണ്ട് തേയ്മാനം ഉണ്ടാകുക, വേദന കൊണ്ട് നടക്കാൻ പറ്റാണ്ടാകുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇതിലും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷണ രീതി ഇപ്പോൾ പ്രായത്തെ കൂടി നമുക്ക് മാനിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ ആരോഗ്യനില മോശമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രായത്തിന് ചേരുന്ന ഡയറ്റാണോ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് പൂർണ്ണമായും ഫാസ്റ്റിംഗ് കൊടുക്കുന്നതായിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിന് എന്താണ് സ്വീകരിക്കാൻ കഴിയുന്നത്, മാനസികമായിട്ട് അത് സ്വീകരിക്കാൻ കഴിയുമോ, ശാരീരികമായിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് നോക്കിയിട്ടൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡയറ്റായിരിക്കും കൊടുക്കുന്നത്. എക്സസൈസ് ആണെങ്കിൽ പോലും നമുക്ക് 40 വയസ്സിന് മേലെ 50 വയസ്സിന് മേലെയുള്ളവർക്ക് അധികം ചെയ്യാൻ പറ്റില്ല. എക്സസൈസ് നാച്ചുറോപ്പതിയിൽ അധികം കൊടുക്കാറില്ല. എന്നിരുന്നാലും വേദന വരുമ്പോൾ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു ഭാഗം വരുന്നത് കൊണ്ട് എക്സസൈസ് തെറാപ്പി ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റായിട്ടുള്ള എക്സസൈസ് കൊടുക്കാറുണ്ട്. യോഗയിൽ മെഡിറ്റേഷൻ, റിലാക്സേഷൻ ഇതാണ് ഏജ് ഓവറായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഭക്ഷണത്തെ ക്രമീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഇത് കൊടുക്കുക. പിന്നെ ഹൈഡ്രോതെറാപ്പി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. ജലം ഉപയോഗിച്ചു കൊണ്ടുള്ള ചികിത്സ. ഹിപ്പ് ബാത്ത്, സ്പൈനൽ ബാത്ത്, പാക്കുകൾ, GH പാക്ക്, അങ്ങനെ ഒരുപാട് തരം ട്രീറ്റ്മെൻറ്റ്സ് ഹൈഡ്രോതെറാപ്പിയിൽ പറയുന്നുണ്ട്. ആ ട്രീറ്റ്മെൻറ്റുകളും കൂടി ഇതിനോടൊപ്പം ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതിനൊന്നിനും തന്നെയും സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ TVയോട് സഹകരിക്കുകയും തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമിതവണ്ണത്തിനെക്കുറിച്ചും അത് നാച്ചുറോപ്പതിയിൽ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കാലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.